ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തിനിടെ പാർലമെന്റ് നടപടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന സേവന വ്യവസ്ഥകൾ സംബന്ധിച്ച ബിൽ ഇന്ന് ലോക്സഭയിൽ. 2031-32 ആണവോർജ്ജ ശേഷി 22,480 മെഗാവാട്ടായി ഉയർത്താനുള്ള നടപടികൾ ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നയിക്കുന്ന നവകേരള സദസ്സിന് തിരുവനന്തപുരം ജില്ലയിൽ തുടക്കമായി. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. നഗരാസൂത്രണത്തിന്റെയും രൂപകൽപ്പനയുടെയും രാജ്യത്തെ ആദ്യത്തെ മികവിന്റെ കേന്ദ്രമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തിനിടെ പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനം, സേവന വ്യവസ്ഥകളും ഓഫീസ് കാലാവധിയും സംബന്ധിച്ച ബിൽ, പത്രങ്ങളുടെയും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച ബിൽ എന്നിവ ഇന്ന് ലോക്സഭയിൽ ചർച്ചയ്ക്കെടുക്കും. രാജ്യസഭയിൽ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബിൽ, ടെലികമ്മ്യൂണിക്കേഷൻസ് ബിൽ എന്നിവ ഇന്ന് ചർച്ചയ്ക്കെടുക്കും. 2031-32 ആണവോർജ്ജ ശേഷി 7,480 മെഗാവാട്ടിൽ നിന്ന് 22,480 മെഗാവാട്ടായി ഉയർത്താനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ആണവ നിലയങ്ങളിൽ നിന്നുള്ള വാർഷിക വൈദ്യുതി ഉൽപാദനം 2013-14 35,334 ദശലക്ഷം യൂണിറ്റിൽ നിന്ന് 2022-23 46,982 ദശലക്ഷം യൂണിറ്റായി വർദ്ധിച്ചതായി ഇന്നലെ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അദ്ദേഹം അറിയിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുന്ന സെനറ്റ് യോഗം നടക്കുന്ന ഹാളിന്റെ പ്രവേശന കവാടം SFI പ്രവർത്തകർ ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങൾ പാർട്ടി അനുഭാവികളാണെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. 18 പേരെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്തത്. സർവകലാശാല ക്യാമ്പസിലും പുറത്തും പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ജനാധിപത്യവും മതേതരത്വവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങൾ വിദ്യാലയങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിലനിർത്തുന്നതിൽ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങലിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത വളർച്ചയാണ് കഴിഞ്ഞ 7 വർഷങ്ങളിൽ സംസ്ഥാനത്തുണ്ടായത്. സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും കാലോചിതമായി പരിഷ്കരിക്കുകയും ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളും അക്കാദമിക സ്വയംഭരണവും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉറപ്പുവരുത്തുകയും ചെയ്തതായി മുഖ്യമന്ത്രി പറഞ്ഞു. നവകേരള സദസ്സിന് തിരുവനന്തപുരം ജില്ലയിൽ തുടക്കമായി. ഇന്നലെ വൈകുന്നേരം വർക്കലയിലെത്തിയ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സ്വീകരിക്കാൻ നിരവധി പേരാണെത്തിയത്. ജില്ലയിലെ ആദ്യ പ്രഭാത യോഗം ഇന്ന് രാവിലെ ആറ്റിങ്ങലിൽ നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഇന്ന് ആറ്റിങ്ങൽ മാമത്ത് ജില്ലയിലെ ആദ്യ പ്രഭാതയോഗം നടന്നു. ക്ഷണിക്കപ്പെട്ട വ്യക്തികളുമായി മുഖ്യമന്ത്രി സംവദിച്ചു. ചിറയൻകീഴ്, ആറ്റിങ്ങൽ, വാമനപുരം, നെടുമങ്ങാട് മണ്ഡലങ്ങളിലാണ് ഇന്ന് നവകേരള സദസ്സ് നടക്കുന്നത്. നാളെ അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിലും മറ്റന്നാൾ കോവളം, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് നടക്കും. മറ്റന്നാൾ വൈകിട്ട് 6-ന് വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ സംയുക്ത സദസ്സോടെ നവകേരള സദസ്സ് സമാപിക്കും. കേരളമടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് നിരക്ക് വർദ്ധിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിനു പുറമെ മഹാരാഷ്ട്ര, ഝാർഖണ്ഡ്, കർണാടക എന്നിവയുൾപ്പെടെ സംസ്ഥാനങ്ങളിലാണ് നിരക്ക് വർദ്ധിച്ചിട്ടുള്ളത്. നിലവിൽ കോവിഡ് ക്ലസ്റ്ററുകളില്ലെന്നും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കേന്ദ്ര പദ്ധതികൾ ജനസമക്ഷം അവതരിപ്പിച്ച് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ കേരളത്തിലെ പര്യടനം പുരോഗമിക്കുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട്, അണ്ടൂർക്കോണം, കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ, ശൂരനാട്, മലപ്പുറം ബ്ലോക്കിലെ മൂർക്കനാട്, പുഴക്കാട്ടിരി, കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര എന്നിവിടങ്ങളിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര എത്തും. കണ്ണൂർ ജില്ലയിലെ നഗരപ്രദേശങ്ങളിൽ പര്യടനം തുടങ്ങി. ഗ്രാമീണ മേഖലയിലെ യാത്ര രാവിലെ ചെമ്പിലോട് പഞ്ചായത്തിലെത്തി. ഉച്ചയ്ക്ക് ശേഷം പയ്യന്നൂർ നഗരസഭയിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപവും അഞ്ചരക്കണ്ടി പഞ്ചായത്തിലും എത്തി. വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇടുക്കിയിലെ മാങ്കുളം പഞ്ചായത്തിലെത്തി. വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് എറണാകുളം ജില്ലയിൽ പായിപ്ര, വാളകം എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. പാലക്കാട് ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്രകൾ ഇന്ന് ഏലവഞ്ചേരി, മേലാർക്കാട് പഞ്ചായത്തുകളിലും ഒറ്റപ്പാലം, ഷൊർണൂർ നഗരസഭകളിലും പര്യടനം നടത്തും. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ നാടെങ്ങും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര മുന്നേറുകയാണ്.
ആലപ്പുഴ ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്കിടെ സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ചുള്ള അനുഭവം ആകാശവാണി വാർത്തകളുമായി പങ്കുവച്ച് ഇലക്ട്രീഷ്യനായ ശ്രീ സാജൻ. എൻ്റെ കുട്ടിയുടെ ഭാവിയായിട്ട് ബന്ധപ്പെട്ട് സുകന്യ സമൃദ്ധി എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയെക്കുറിച്ച് പോസ്റ്റ് ഓഫീസ് മുഖാന്തരം അറിയുകയും ആ പദ്ധതിയിൽ അംഗമാവുകയും ഞാനത് സ്ഥിരമായിട്ട് എല്ലാ മാസവും അത് തുടർന്നു പോകുന്നുണ്ട്. നരേന്ദ്രമോദി ആവിഷ്കരിച്ച പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ പദ്ധതി എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് NITC ഇനി മുതൽ നഗരാസൂത്രണത്തിന്റെയും രൂപകൽപ്പനയുടെയും മികവിന്റെ കേന്ദ്രമായി പ്രവർത്തിക്കും. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയമാണ് ഇത്തരത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ മികവിന്റെ കേന്ദ്രമായി NITCയെ തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ 3 വർഷം തുടർച്ചയായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കി മികവ് പ്രകടിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗിന്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച സമഗ്രമായ പ്രോജക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അംഗീകാരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി K. പൊന്മുടിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ വിശാലാക്ഷിക്കും മദ്രാസ് ഹൈക്കോടതി 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. തിരുക്കോവിലൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള DMK MLA ആയ പൊന്മുടിയെ MLA പദത്തിൽ നിന്ന് അയോഗ്യനാക്കി. 2006 മുതൽ 2011 വരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ പൊന്മുടിയും അദ്ദേഹത്തിന്റെ ഭാര്യയും 1.72 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത സ്വത്ത് സമ്പാദിച്ചതിനെതിരെയാണ് നടപടി. അപ്പീൽ നൽകാൻ 1 മാസത്തെ സമയം കോടതി അനുവദിച്ചിട്ടുണ്ട്. റെയിൽവേ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബീഹാർ മുൻ മുഖ്യമന്ത്രിയും RJD നേതാവുമായ ലാലു പ്രസാദ് യാദവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ലാലു പ്രസാദിനോട് ഈ മാസം 27-നും അദ്ദേഹത്തിന്റെ മകനും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവിനോടും നാളെയും ഡൽഹിയിലെ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 140 അടിയിലെത്തി. നീരൊഴുക്ക് ഒരേ നിലയിൽ തുടരുന്നതും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചതുമാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. സെക്കൻഡിൽ 2050 ഘന അടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 31-ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 108-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 3ാമത്തെയും അവസാനത്തെയും ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് പാളിലെ ബോലാൻഡ് പാർക്കിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30-നാണ് മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇരു രാജ്യങ്ങളും 1 മത്സരം വീതം ജയിച്ചതിനാൽ 3ാം ഏകദിനത്തിലെ വിജയി ഏകദിന പരമ്പര സ്വന്തമാക്കും. മണ്ഡലപൂജയ്ക്കായി സന്നിധാനത്ത് ഒരുക്കങ്ങൾ തുടങ്ങി. തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര 23-ന് രാവിലെ 7-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. 26-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് സന്നിധാനത്ത് ഘോഷയാത്ര എത്തും. മണ്ഡലകാലത്തെ പ്രധാന ചടങ്ങുകളായ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന 26-നും മണ്ഡലപൂജ 27-നും നടക്കും. ക്രിസ്തുമസ് അവധിയും മണ്ഡലപൂജയും വരുന്നതിനാൽ KSRTC പരമാവധി സർവീസ് നടത്താനുള്ള ക്രമീകരണങ്ങളും ഒരുക്കി. പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ചെയിൻ സർവീസിന് 180 ബസ്സുകളുണ്ട്. ഇതിനു പുറമെ കൂടുതൽ ബസ്സുകൾ ആവശ്യമെങ്കിൽ എത്തിക്കാനും നിർദ്ദേശമായി. ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി അമ്പലപ്പുഴ സംഘം നടത്തുന്ന പ്രധാന ചടങ്ങായ ആഴി പൂജകൾക്ക് തുടക്കമായി. അഗ്നിയിൽ അയ്യപ്പ ചൈതന്യം ആവാഹിച്ച് പൂജ നടത്തുന്ന ചടങ്ങാണ് ആഴിപൂജ. അയ്യപ്പക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പന്തളത്തു നിന്നും അയച്ച ശരം കണ്ടെത്തിയത് അമ്പലപ്പുഴക്കാരാണെന്നാണ് ഐതിഹ്യം. 24 ആഴിപൂജകളാണ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഈ വർഷം നടക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 105 പോയിന്റ് ഉയർന്ന് 70,611-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 38 പോയിന്റ് നേട്ടത്തിൽ 21,188-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 46,200 രൂപയും ഗ്രാമിന് 5,775 രൂപയുമാണ് ഇന്നത്തെ വില. റേഷൻ വ്യാപാരികളുടെ കഴിഞ്ഞ മാസത്തെ കമ്മീഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി GR അനിൽ. ഇതോടെ റേഷൻ വ്യാപാരികളുടെ കുടിശ്ശിക ഇല്ലാതാകുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് ഇരിങ്ങാൽ സർഗാലയയിൽ 11ാമത് രാജ്യാന്തര കരകൌശല കലാമേള നാളെ ആരംഭിക്കും. കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പ്, വസ്ത്ര മന്ത്രാലയം, സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, നബാർഡ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സർഗാലയ മേള ഒരുക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തിനിടെ പാർലമെന്റ് നടപടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന സേവന വ്യവസ്ഥകൾ സംബന്ധിച്ച ബിൽ ഇന്ന് ലോക്സഭയിൽ. 2031-32ഓടെ ആണവോർജ്ജ ശേഷി 22,480 മെഗാവാട്ടായി ഉയർത്താനുള്ള നടപടികൾ ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നയിക്കുന്ന നവകേരള സദസ്സിന് തിരുവനന്തപുരം ജില്ലയിൽ തുടക്കമായി. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു.
നഗരാസൂത്രണത്തിന്റെയും രൂപകൽപ്പനയുടെയും രാജ്യത്തെ ആദ്യത്തെ മികവിന്റെ കേന്ദ്രമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.